എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ജീവിതത്തിൽ മുന്നോട്ടൊന്നും കാണാൻ സാധിക്കാതെ അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ കൂടാണോ കടന്നു പോകുന്നത്? മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാതെ മതിൽ പോലെ പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളോടുള്ളൊരു പ്രവചന സന്ദേശമാണ്, ആത്മീയ ദൂതാണ് നിങ്ങൾക്ക് കൈമാറുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം, സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 28ഉം 29ഉം തിരുവചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദൈവമേ, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ കർത്താവ് എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എന്നിട്ട് 29 പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അപ്പോൾ ഒന്നാമത് പറയുന്നു, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഇപ്പോൾ അന്ധകാരത്തിലാണ്, വെളിച്ചമില്ലാതിരിക്കുകയാണ്, പക്ഷെ നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ എൻ്റെ ദൈവം പ്രകാശമാക്കും. ഈ ശബ്ദം കേൾക്കുമ്പോൾ ജീവിതത്തിൽ അന്ധകാരത്തിൽ കൂടെയുള്ള അനുഭവങ്ങളാണോ? വെളിച്ചമായവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ധകാരങ്ങളെ പ്രകാശമാക്കുന്ന ദിവസങ്ങളാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവോട് പ്രാർത്ഥിച്ച് വിശ്വസിക്ക്, ദൈവം നിങ്ങളുടെ അന്ധകാരത്തെ പ്രകാശമാക്കും. എന്നിട്ട് പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എതിരെ വരുന്ന പ്രതിസന്ധികളുടെ നേരെ എൻ്റെ ദൈവത്താൽ, കാരണം ദൈവം സഹായകനാണ്, നമ്മെ ശക്തനാക്കുന്ന ദൈവമാണ്. നമ്മളെ ഒന്ന് ദൈവം ബലപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കുമ്പോൾ നമുക്ക് പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലാൻ പറ്റും. ഒരു വരിയായി വരുന്നതിനെ 7 വരിയായി ചിതറിച്ച് ഒരു അത്ഭുതം നമുക്ക് വേണ്ടി ദൈവം നിശ്ചയമായി ചെയ്തിരിക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില മതിലുകളുണ്ടല്ലോ, അതിനെ ചാടിക്കടക്കാൻ ദൈവം കൃപ നൽകും, ദൈവം ശക്തീകരിക്കും. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില മതിലുകളെ, അത് പ്രതിസന്ധിയാകാം, പോരാട്ടമാകാം, ഞെരുക്കമാകാം, ഏത് വിഷയമായിക്കോട്ടെ, മാനസികമായ തകർച്ചയാകാം, അതിനെല്ലാം ചാടിക്കടക്കുന്ന ദൈവകൃപ ദൈവം പകരും. ഹല്ലേലൂയ. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ആ മതിലുകൾ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മീതെ ദൈവത്തിൻ്റെ തിരുവചനം, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ ജോസഫിനെ കുറിച്ച് പറയുന്നൊരു ശബ്ദമുണ്ട്. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരിനരുകെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്റെ മീതെ പടരുന്നു. ആ മതിൽ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മീതെ പടരുവാൻ ദൈവം നിശ്ചയമായി സഹായിക്കും. ഭാരപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക, എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കാൻ ദൈവം സഹായിക്കും. നിങ്ങളുടെ അന്ധകാരത്തെ ദൈവം പ്രകാശമാക്കും. വിശ്വസിക്കുക, കാത്തിരിക്കുക. ഗോഡ് ബ്ലസ് യു.